അയാൾ പറയുന്നത് ഒന്നുകൂടി നമുക്ക് ഒരു പുതിയ ബ്രേക്ക് കൂടി വരുന്നുണ്ട്. അതായത് ദിലീപിന്റെ വിശ്വസ്തനായിരുന്നു താനെന്ന് പറയുന്നുണ്ട് പൾസർ സുനി. അയാളുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തവുമാണ്. ദിലീപിനെ സംരക്ഷിക്കുകയായിരുന്നു. എന്താണ് പൾസർ സുനിക്ക് പറയാനുള്ളത് ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിലും? അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ ഒരു വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിമിഷം ഇപ്പൊ റോഷിനാന്റെ അടുത്ത് ഇരിക്കണ ഈ നിമിഷം വരെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാര്യങ്ങളൊന്നും പറയാനുള്ളത് അതിനകത്ത് പറയാം. അത് അങ്ങനെയാണ്. അതെന്റെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങളുടെ കണക്കിൽ പുള്ളി ചതിച്ചു. ആ ഒരു ഇത് ഞാൻ കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളീനെ ഇപ്പം അത് അറിയാവുന്ന ഈ സിനിമ എൻ്റെ ഇത് സിനിമയാണല്ലോ, അത് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് സിനിമ എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതും കൂടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറേ ആൾക്കാർക്ക് ഉത്തരം പറയേണ്ടി വരും. പറയാൻ മനസ്സിലായില്ലേ? ഞാൻ ഇനിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉള്ള ആൾക്കാരിൽ ചില ആൾക്കാർ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം അവർക്കും പ്രശ്നമാവും. ഇതിൽ ഇതാണ്, ഈ നിമിഷം വരെയും ഞാൻ ദിലീപിനെ ചതിച്ചിട്ടില്ല, ദിലീപാണ് എന്നെ ചതിച്ചത്. ഇപ്പോൾ ഈ പറയുന്ന സമയം വരെയും ഞാൻ ആ വിശ്വാസത്തെ നിലനിർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പുറത്തൊന്നും ഞാൻ ഒരു വക കാര്യവും ദിലീപിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് പൾസർ സുനി പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഇതിനെ തുടർന്ന് അയാൾ പറയുന്നൊരു ഭാഗമുണ്ട്. ഇനി വരുന്നൊരു ഭാഗത്ത് അയാളെ വെച്ച് ഇതേ കാര്യം ഒരു സിനിമയായി ദിലീപിനെ തന്നെ നായകനാക്കി അവതരിപ്പിക്കലായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നാണ് പൾസർ സുനി പറയുന്നത്. ടി ബി മിനി. അതായത് ഈ ദിലീപിനെ ചതിക്കാതെ തുടരുന്ന ഒരു കാഴ്ച ഈ 313 എടുക്കുന്ന സമയത്ത് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പൾസർ സുനി ദിലീപിനെ ചതിക്കുന്ന, അതായത് നേരിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും പൾസർ സുനി അവിടെ 313 പറഞ്ഞിട്ടില്ല. അപ്പം അതേസമയം പ്രോസിക്യൂഷന് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ പൾസർ സുനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിലീപിനെ അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ ഒരു കൊട്ടേഷൻ എടുത്ത ഒരാൾ അവസാന നിമിഷം വരെ അതിൻ്റെ അയാളുടെ കൊട്ടേഷൻ കൊടുത്ത ആളോടുള്ള അയാളുടെ ആ ക്രെഡിബിലിറ്റി അയാൾ സൂക്ഷിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ നിമിഷം ഒരിക്കലും മഹത്തരമായിട്ട് കാണരുത്. അയാൾ പറയാണ് ഈ നിമിഷവും ദിലീപിനെ ഞാൻ ചതിച്ചിട്ടില്ലെന്നാണ് റോഷിയോട് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര കാര്യമായിരിക്കും. കാരണം അയാൾ പറയണ വേറൊരു കാര്യമുണ്ട് അരുൺ. ഇതുപോലെ അയാൾ എന്തുകൊണ്ട് ഈ വിക്ടിമിനെ കൊന്നില്ല, ഈ വിക്ടിമിനെ ഈ അവർക്ക് ചെല്ലേണ്ട സ്ഥലത്തേക്ക് അവസാനം ഇതിന് ശേഷം കൊണ്ടുപോയി വിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിക്ക് മുന്നേ പല പല ഘട്ടങ്ങളിൽ പല സ്ത്രീകളോട് ഇതുപോലുള്ള ആളുകൾ സിനിമാ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അവരാരും ഒരു കംപ്ലൈൻറ്റിന് പോയിട്ടില്ല. അതുകൊണ്ട് ഇതും കംപ്ലൈൻറ്റ് ഇല്ലാതെ പോകുമെന്ന് അവർ കരുതിയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ കൊണ്ടുപോയേക്കണം. അല്ലെങ്കിൽ ആ കുട്ടീനെ കൊന്നു കളഞ്ഞാൽ അവർ. മാത്രമല്ല ഒരു കാര്യം കൂടി ടി ബി മിനി ഈ പൾസർ സുനി പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ടി ബി മിനിക്ക് അറിയുള്ളൂ. അതിൽ തുറന്നു പറയുന്നൊരു ഭാഗം, ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ആ നടിയെ ആക്രമിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത്, അതെനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു, അവൾക്ക് കൊടുത്തൊരു വാക്കായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത്. എന്നാൽ അതിക്രൂരമായി കുട്ടി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പൾസർ സുനി. കാമുകിക്ക് കൊടുത്ത വാക്കാണത്രേ. അതിൽ നിന്ന് എന്താണ് അരുൺ മനസ്സിലാക്കിയത്? അതെ, അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ലൈംഗിക താല്പര്യത്തിനല്ല എന്നും ഈ കൊട്ടേഷൻ നടപ്പിലാക്കുകയായിരുന്നു എന്ന് പറയുന്നതായിട്ടല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. ഏറ്റവും നിർണായകമാണ് ആ മൊഴി. അതായത് കാമുകിക്ക് കൊടുത്ത വാക്ക് കാരണമാണ് ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് പറയുമ്പോൾ അത് അയാളുടെ താല്പര്യപ്രകാരമല്ല എന്ന് വ്യക്തം. അതെ, അല്ല അല്ല അത് തിരിച്ചുമുണ്ട്. തിരിച്ചുമുണ്ട്. കാമുകിയുടെ വിഷയം മാത്രമല്ല, അവർക്ക് ഒരു സ്ത്രീനോടുള്ള അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള തൃഷ്ണയുടെ ഭാഗമായിട്ടല്ല അയാൾ അത് ചെയ്തത്. അയാൾ ഒരു കൊട്ടേഷൻ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ടി ബി മിനി. അതായത് ഇത് താനല്ല ആദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്, മറ്റൊരാളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അയാൾ
ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെന്നാണ് പറയുന്നത് പൾസർ സുനി. ടി ബി മിനി. അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ച് കേസിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആള് എന്ന നിലയിൽ എനിക്ക് ഒരു സഹതാപവുമില്ല. ഒരു തരത്തിലും ഞാൻ അയാളായിട്ട്, ഞാൻ കോടതിയിൽ വെച്ചിട്ട് പോലും ഈ പ്രതിയുമായിട്ട് ഒരിക്കൽ പോലും ഒന്നിച്ചിരിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ലാത്ത ഒരാളെ എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു 100%. എന്തായാലും ടി ബി മിനി, നമുക്കിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം. ടി ബി മിനി പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ നിയമമാവും ഇതൊക്കെ പുറത്ത് ഒന്നാം പ്രതിയുടെ വാക്കുകളിലൂടെ ഈ ലോകം കേൾക്കേണ്ടി വരിക. അയാൾ ശിക്ഷിക്കപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടില്ലായിരിക്കും, അപ്പീൽ പോകുമായിരിക്കും, വാട്ടവും മേ ബി. ഇത് ഒന്നാമത്തെ പ്രതിയുടെ വാക്കുകളിലൂടെ, ഒന്നാമത്തെ പ്രതികൾ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ. ടി ബി മിനി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, പ്രോസിക്യൂഷനെ വിശ്വസിക്കുന്നു. ഈ കേസിൽ എനിക്ക് പ്രോസിക്യൂഷൻ അത്രത്തോളം വിശ്വാസമാണ്. ഈ കേസിന്റെ A to Z അറിയാവുന്ന ആളെന്ന നിലയിൽ ഈ കേസിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാടുകൾ, ഓരോ ഘട്ടത്തിലും പോലീസിന്റെ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, ഇതൊക്കെ വളരെ നിർണായകമാണ്. ഇനി അത് എന്ത് സംഭവിച്ചാലും നമുക്ക് പറയാമല്ലോ, ഒരു 1% സാധ്യത അവിടെ ഉണ്ടെങ്കിൽ പോലും അതിനുമപ്പുറം കേൾക്കേണ്ടത് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു ടി ബി മിനി.